ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ വൈഷ്ണാസ് വിദ്യാലയ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 6 ഹിന്ദിയിലെ ഒരു ലോകകഥയാണ്. ലോകകഥ എന്നാൽ നാടോടി കഥ. പേര് സിഗഡി മച്ചലി സൂക്കി ക്യോം നഹി. ഇത് എഴുതിയിരിക്കുന്നത് പഞ്ചേ മങ്കേഷ്കർ റാവു ആണ്. സിഗഡി മച്ചലി സൂക്കി ക്യോം നഹിയുടെ അർത്ഥം, സിഗഡി മച്ചലി എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഫിഷിനെയാണ് പറയുന്നത് സിഗഡി മച്ചലി എന്ന്. സൂക്കി ഉണങ്ങുക എന്നുള്ളതാണ് ഇവിടെ അർത്ഥം. സൂക്കി ക്യോം നഹി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഉണങ്ങിയില്ല, ക്യോം നഹി എന്തുകൊണ്ട് ഉണങ്ങിയില്ല എന്നാണ്. അപ്പോൾ സിഗഡി മച്ചലി സൂക്കി ക്യോം നഹി, എന്തുകൊണ്ടാണ് സിഗഡി മച്ചലി ഉണങ്ങാത്തത് എന്നാണ് ഈ ഒരു കഥയുടെ പേര്. അപ്പോൾ ഇവിടെ കുറച്ച് പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ. ഇതിലൊരു കുഞ്ഞു കുടിലുണ്ട്, അതുപോലെ തന്നെ ആ കുടിലൊരു കുഞ്ഞു ബേബി ഉറങ്ങുന്നുണ്ട്. പിന്നെ ഒരു വയസ്സായ സ്ത്രീ അവിടെ മീൻ ഉണക്കാനിട്ടിരിക്കുന്ന കാണിച്ചിട്ടുണ്ട്. പിന്നെ മീൻകുട്ടയുമായിട്ട് പോകുന്ന ഒരു സ്ത്രീയെയും മീൻ പിടിക്കാൻ പോകുന്ന, തോണിയിൽ മീൻ പിടിക്കാൻ പോകുന്ന ഒരാളെ, ഫിഷർമാനായിരിക്കും അല്ലേ, അദ്ദേഹത്തെയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. समुद्र के किनारे एक गाँव था. गाँव में एक मछुआरे का परिवार रहता था. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? സമുദ്ര കെ കിനാരെ, സമുദ്രത്തിൻ്റെ സമീപമായിട്ട്, കെ കിനാരെ എന്ന് പറഞ്ഞാൽ സമീപമായി, ഏക് ഗാവ് ദാ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ഗ്രാമത്തിൽ, ഗാവുമേ एक मछुआरे का परिवार रहता था. ഗ്രാമത്തിൽ ഒരു മച്ചുവാരെ എന്ന് പറഞ്ഞാൽ മുക്കുവൻ, മുക്കുവൻ്റെ പരിവാർ എന്ന് പറഞ്ഞാൽ കുടുംബം, മുക്കുവൻ്റെ കുടുംബം രഹ്താദ താമസിച്ചിരുന്നു എന്നാണ്. അപ്പോൾ സമുദ്രത്തിൻ്റെ സമീപമായിട്ട് ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ ഒരു മുക്കുവൻ്റെ കുടുംബം ജീവിച്ചിരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഉസ് പരിവാർ മേം 4 ലോഗ് ഥേ. എന്താണ് ഉസ് പരിവാർ മേം, ആ ഒരു കുടുംബത്തിൽ 4 ലോഗ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ, 4 പേരുണ്ടായിരുന്നു എന്നുള്ളതാണ്. 4 പീപ്പിൾ ഉണ്ടായിരുന്നു. ആരൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. മച്ചുവാരിൻ എന്ന് പറഞ്ഞാൽ മുക്കുവ സ്ത്രീ, മുക്കുവത്തി. ഉസ്കാ പതി, അവരുടെ ഭർത്താവ്, പതി. ഉൻക ഏക് ബച്ച, അവരുടെ ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു. ഓർ മച്ചുവാരേക്ക് മാ, അതുപോലെ തന്നെ മച്ചുവാരേക്ക് മാ ഉണ്ടായിരുന്നു. മച്ചുവാരിക്ക് മാ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു മുക്കുവൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അവരുടെ വീട്ടിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. ആരൊക്കെയാണ്? മുക്കുവനും മുക്കുവൻ്റെ ഭാര്യയും അതുപോലെ തന്നെ അവരുടെ കുഞ്ഞും മുക്കുവൻ്റെ അമ്മയും ആണ് അവിടെ താമസിച്ചിരുന്നതെന്ന് പറയുന്നത്. അടുത്തത്, മച്ചുവാര സമുദ്ര സേ മച്ചിലി പകടുക്കൽ ലാത്ത. മച്ചുവാര, ഈ മുക്കുവൻ സമുദ്രത്തിൽ നിന്നും, സമുദ്ര സേ മച്ചിലി, മീനിനെയാണ് മച്ചിലി എന്ന് പറയണേ അല്ലേ. അപ്പോൾ മീനിനെ പകടുക്കർ പിടിച്ചുകൊണ്ട്, ലാത്ത എന്ന് പറഞ്ഞാൽ വരിക. അപ്പോൾ ഈ ഒരു മുക്കുവൻ സമുദ്രത്തിൽ പോയി മീനിനെ പിടിച്ചുകൊണ്ട് വരുമായിരുന്നു. മച്ചുവാരിൻ ഇൻ മച്ചിലിയോ കോ ബാസാർ ലേ ജാക്കർ ബേച്ചത്തി. അപ്പോൾ ഈ ഒരു മച്ചുവാരിൻ, ഈ ഒരു മുക്കുവ സ്ത്രീ, ഇവരുടെ ഈ മുക്കുവൻ്റെ ഭാര്യ എന്ത് ചെയ്യുമായിരുന്നു? ഈ പിടിച്ചുകൊണ്ട് വരുന്ന മീനെല്ലാം ചന്തയിൽ പോയി, ബാസാർ എന്ന് പറയുന്നത് ചന്തയിൽ കൊണ്ടുപോയി, ലേ ജാക്കർ കൊണ്ടുപോയി, ബേച്ചത്തി എന്ന് പറഞ്ഞാൽ വിൽക്കുക. ഇവർ വിൽക്കുമായിരുന്നു, ഈ മീനെല്ലാം വിൽക്കുമായിരുന്നു. ജോ മച്ചിലിയാം ബജ് ജാത്തി, ഏതൊക്കെ മീനുകൾ ബാക്കി ഉണ്ടാകുമോ, അതായത് പൂർണ്ണമായിട്ട് വിറ്റ് പോകില്ലല്ലോ. ഒരു കുറച്ച് മീൻ കൊണ്ടുപോയി ചന്തയിൽ വിൽക്കുകയാണെങ്കിൽ മുഴുവനായിട്ട് വിറ്റ് പോയില്ല. അപ്പോൾ ബാക്കി വരുന്ന മീനുകൾ എന്ത് ചെയ്യുമായിരുന്നു? ഉൻഹേം ബൂട്ടി അമ്മ, അവരുടെ ബൂട്ടി അമ്മ, വയസ്സായ അമ്മ, ധൂപ്പ് എന്ന് പറഞ്ഞാൽ വെയിൽ. അപ്പോൾ വെയിലിൽ എന്ത് ചെയ്യുമായിരുന്നു? സുഖാത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണക്കുമായിരുന്നു എന്നുള്ളതാണ്. ഓർ ബച്ച, അങ്ങനെയാണെങ്കിൽ കുഞ്ഞു, വോ
പടാ പടാ രോത്താ രഹത്ത. അപ്പോൾ ആ കുഞ്ഞ് എന്ത് ചെയ്യും, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ അവിടെ കിടന്ന് എന്ത് ചെയ്യും, കരയുകയാണ് ഉണ്ടാവുക. അപ്പോൾ ആ കുഞ്ഞ് അവിടെ കിടന്ന് കരയുമായിരുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്, സമുദ്രത്തിൻ്റെ ഒരു സമീപമായിട്ട് ഒരു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ ഒരു മുക്കുവ കുടുംബം താമസിച്ചിരുന്നു. അവിടെ 4 പേരുണ്ടായിരുന്നു. മുക്കുവൻ്റെ ഭാര്യയും മുക്കുവൻ്റെ അമ്മയും പിന്നെ ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു. മുക്കുവൻ രാവിലെ തന്നെ എന്ത് ചെയ്യും, മീൻ പിടിക്കാൻ പോവുകയും മുക്കുവ സ്ത്രീ ഈ മീൻ കൊണ്ടുപോയി ചന്തയിൽ വിൽക്കുകയും ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു അമ്മ ബാക്കിയുള്ള മീനുകളെല്ലാം ഉണക്കാനിടുമായിരുന്നു, വെയിലത്ത് ഉണക്കാൻ വയ്ക്കുമായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു പേജിൽ അർത്ഥം. एक दिन मछुआरा जाल लेकर गाँव में जा बैठा. एक दिन ഒരു ദിവസം മച്ചുവാര ഈ ഫിഷർമാൻ എന്ത് ചെയ്തു, ജാലെന്ന് പറഞ്ഞാൽ വല ലേക്കർ കൊണ്ടുപോയി, നാവെന്ന് പറഞ്ഞാൽ തോണിയിൽ പോയിരുന്നു. അതായത് വലയും കൊണ്ട് തോണിയിൽ പോയി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. एक दिन मछुआरा जाल लेकर नाव में जा बैठा. मछुआरिन मछलियों बेचने के लिए बाजार चली पड़ी. അപ്പോൾ ഈ സമയത്ത് മച്ചുവാരിൻ ഈ ഒരു മുക്കുവ സ്ത്രീ ഈ മീനുകളെ കൊണ്ടുപോയി ബാസാറിൽ, അതായത് ചന്തയിൽ വിൽക്കാൻ കൊണ്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മുക്കുവൻ രാവിലെ തന്നെ എന്ത് ചെയ്തു, ഈ ഒരു വലയൊക്കെ എടുത്ത് മീൻ പിടിക്കാൻ പോവുകയും മുക്കുവ സ്ത്രീ ചന്തയിൽ മീൻ കൊണ്ടുപോയി വിൽക്കാനും പോവുകയായിരുന്നു. घर पर बूटी अम्मा बजी मछलियों को धूप में सुखा रही थी. അപ്പോൾ വീട്ടിൽ ഈ ഒരു വയസ്സായ സ്ത്രീ എന്ത് ചെയ്യുമായിരുന്നു, വയസ്സായ ഈ അമ്മ ബാക്കിയുള്ള എന്നുള്ളതാണ്, ബച്ചി മछलिയ ബാക്കിയുള്ള മീനുകളെ ധൂപ്പുമേ വെയിലത്തിട്ട് ഉണക്കുകയായിരുന്നു, സുഖാരഹീതി ഉണക്കുകയായിരുന്നു. और बच्चा एक चढ़ाई पर पड़ा पड़ा रो रहा था. ഈ സമയത്ത് കുഞ്ഞൊരു പായയിൽ കിടന്ന്, അതായത് ഒരു വിരിപ്പ് കുഞ്ഞ് കിടക്കുന്ന ആ ഒരു വിരിപ്പിനെയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു വിരിപ്പിൽ കിടന്ന് കരയുകയാണ്. ചടായി എന്ന് പറഞ്ഞാൽ പായ അല്ലെങ്കിൽ വിരിപ്പ് എന്നുള്ളതാണ്. ചടായി പർ പടാ കിടന്നുകൊണ്ട് കരയുകയാണ്. രോ രഹാധ. ബൂട്ടി അമ്മ ചബൂത്തരെ പർ ബൈറ്റീതി. ഈ ഒരു ബൂട്ടി അമ്മ, വയസ്സായ അമ്മ ഈ ഒരു ചബൂത്തരെ എന്ന് പറഞ്ഞാൽ ആ ഒരു വരാന്തേര ആ ഒരു കൈവരിയാണ് പറയുന്നത്. ചബൂത്തരെ ഇരിക്കുന്ന കൈവരിയില്ലേ അത്. അപ്പോൾ ചബൂത്തരയിൽ ഇരിക്കുകയാണ്. പർ ബൈറ്റീതി ഇരിക്കുകയാണ്. വഹ് ഏക്ക് ഹാത്ത് സേ ബച്ചേക്കോ സഹലാ രഹീതി. അവർ ഒരു കൈ കൊണ്ട്, വഹ് ഏക്ക് ഹാത്ത് സേ ഒരു കൈ കൊണ്ട് ബച്ചെ കുട്ടിയെ സഹല തലോടുകയാണ്. സഹല രഹീതി തലോടുകയാണ്. ഓർ ദൂസരേ സേ മറ്റേ കൈകൊണ്ട്, ദൂസരേ എന്ന് പറഞ്ഞാൽ മറ്റേ കൈകൊണ്ട് കൗവോം എന്ന് പറഞ്ഞാൽ കാക്കകളെ ഫഗാരഹീതി എന്ന് പറഞ്ഞാൽ ഓടിക്കുക, കാക്കകളെല്ലാം ഓടിക്കുകയാണ്. ഒരു കൈ കൊണ്ട് കുഞ്ഞിനെ എന്ത് ചെയ്യും, തലോടുകയും മറ്റേ കൈ കൊണ്ട് കാക്കകളെല്ലാം ഓടിക്കുകയുമായിരുന്നു. കാരണം എന്താണ്, ഈ ഒരു മീൻ അവിടെ ഇട്ടിരിക്കുകയാണല്ലേ, ഉണക്കാൻ ഇട്ടിരിക്കുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്തു, ഉണക്കാൻ ഇട്ടിരിക്കുന്ന സമയത്ത് ഈ കാക്കകളൊക്കെ വരുമല്ലോ. അപ്പോൾ കാക്കകളൊക്കെ വരുമ്പോൾ എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ അവർ കൈകൊണ്ട് എന്ത് ചെയ്യുകയാണ്, ആക്ഷൻ കാണിക്കുകയാണ്. അപ്പോൾ അത് പോകും അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മുക്കുവൻ മീനിനെ പിടിക്കാൻ പോവുകയും മുക്കുവത്തി ഈ മീനിനെല്ലാം വിൽക്കാൻ പോവുകയും ഈ വയസ്സായ അമ്മ അവിടെയുള്ള മീനെല്ലാം ഉണക്കുകയാണ്. അപ്പോൾ ഉണങ്ങിയിട്ട് എന്ത് ചെയ്യാണ്, ഉണക്കുന്ന സമയം തന്നെ കുട്ടിയെ തലോടുകയും കാക്ക വരുന്നതൊക്കെ ഓടിച്ചു വിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. शाम हो गई. समुद्र से मछुआरा और बाजार से उसकी बीवी लौटने ही वाले थे. അപ്പോൾ ഷാമ ഹോഗയി വൈകുന്നേരമായി എന്നുള്ളതാണ്. ഷാം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം. അപ്പോൾ വൈകുന്നേരമായി. സമുദ്രത്തിൽ നിന്നും മച്ചുവാര ഫിഷർമാനും ഓർ
ബാസാർ സെ ചന്തയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉസ്കി ബീവി ഭാര്യയും ലൗട്ട്നെ ഹി വാലേ ധേ. ലൗട്ട്നെ എന്ന് പറഞ്ഞാൽ എന്താണ്? തിരികെ വരിക അല്ലേ, തിരിച്ചു വരിക എന്നുള്ളതാണ്. അപ്പോൾ ലൗട്ട്നെ ഹി വാലേ ധേ, അപ്പോൾ തിരിച്ചു വരാനുള്ള സമയമായി എന്നുള്ളതാണ് പറയുന്നത്. ബൂട്ടി അമ്മാനെ സോച്ച, വയസ്സായ ആ ഒരു അമ്മ ചിന്തിച്ചു. ഷാം ഹുയി, വൈകുന്നേരമായി. അബ് മേം സിഗഡി മച്ചിലിയോं को समेट कर अंदर ले ആവൂ. വൈകുന്നേരമായി. സോച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്തിക്കുക അല്ലേ. സോച്ച ഷാം ഹുയി, വൈകുന്നേരമായി. ഇപ്പോൾ അബ് മേം, ഇപ്പോൾ ഞാൻ സിഗഡി മച്ചിലിയ, ഈ മച്ചിലിയെല്ലാം, ഈ ഒരു ഫിഷിനെ എല്ലാം കോ സമേട്ട് കർ, കൂട്ടിയെടുക്കുന്നതിനെയാണ് സമേട്ട് കർ എന്ന് പറയുന്നത്. അതായത് എല്ലാം വാരിപ്പറക്കി എടുത്തുകൊണ്ട് പോകുന്നില്ലേ, അതിനെയാണ് പറയുന്നത് കൂട്ടിയെടുക്കുക. ഇതിനെല്ലാം സമേട്ട് കർ, കൂട്ടിയെടുത്തുകൊണ്ട് അന്തർ, അന്തർ എന്ന് പറഞ്ഞാൽ അകത്ത്, അന്തർ ലേ ആവും, അകത്തേക്ക് കൊണ്ടുപോകാം എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അതായത് വൈകുന്നേരമായപ്പോൾ ഫിഷർമാൻ അവിടെ നിന്ന്, സമുദ്രത്തിൽ നിന്ന് മീനിനെ പിടിച്ചുകൊണ്ട് വരാനുള്ള നേരമായി. അതുപോലെ തന്നെ ചന്തയിൽ പോയി മീൻ വിറ്റ മൂക്കുവത്തി തിരിച്ചു വരാനുള്ള നേരവുമായി. അപ്പോൾ എന്താണ്, വൈകുന്നേരമായപ്പോൾ മീനെല്ലാം ഏകദേശം ഉണങ്ങി കാണും. അപ്പോൾ അതിനെല്ലാം എടുത്തുകൊണ്ട് അകത്ത് വെക്കാമെന്ന് ഈ സ്ത്രീ, ഈ വയസ്സായ അമ്മ ആലോചിക്കുകയാണ്. ഉസ്നെ ബരാമദേ മേം പടി മച്ചിലിയോ കോ ചൂക്കർ ദേക്ക. അപ്പോൾ ഇവരെന്താ ചെയ്തത്? ഉസ്നെ, അവർ ബരാമദേ, ബരാമദേ എന്ന് പറഞ്ഞാൽ വരാന്തയിൽ, വരാന്തയിൽ അവിടെയുള്ള ആ ഒരു മച്ചിലിയോ ആ മീനെയെല്ലാം ചൂക്കർ ദേക്ക. ചൂക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? പിടിച്ചു നോക്കുക, തൊട്ടു നോക്കുക എന്നുള്ളതാണ്. ടച്ച് ചെയ്ത് നോക്കുകയാണ് ചൂക്കർ ദേക്ക. എന്തിനായിരിക്കും ടച്ച് ചെയ്ത് നോക്കിയത്? ഉണങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കാനായിരിക്കും അല്ലേ. അപ്പോൾ ഉണങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. മച്ചിലിയാം അഫീഫി സൂക്കി നഹീന്തി. മച്ചിലിയാം, ഈ മീനുകൾ, അഫീഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോഴും. അഫീഫി സൂക്കി, ഉണങ്ങിയിട്ടില്ല. നഹീന്തി, സൂക്കി നഹീന്തി, എന്താണ്? ഉണങ്ങിയിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായി. എന്താണ്? പിടിച്ചു നോക്കിയപ്പോൾ ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? വൈകുന്നേരമായപ്പോൾ എന്താണ്, ഇവർ ഈ മീനെല്ലാം, പിടിച്ച മീനെല്ലാം ഉണക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഉണക്കിയ മീനൊക്കെ പിടിച്ചു നോക്കുന്നു. എന്താണ്? ഇതുവരെ ഉണങ്ങിയിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായി. ഇനി ബാക്കിയുള്ള പാർട്ടെന്ന് പറയുന്നത് രണ്ടാമത്തെ പാർട്ടായിട്ട് ഇടാം കേട്ടോ, കാരണം കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു കഥയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം കേട്ടോ.